2 ഘട്ടമായിട്ടാണ് വളം ചെയ്യേണ്ടത്. ഒന്ന് നമ്മളുടെ ഇടവപ്പാതി മഴയുടെ അഥവാ മെയ് ജൂൺ ഈ സമയങ്ങളിൽ, നമ്മൾ വീഡിയോ ചെയ്യുന്ന ഈ സമയങ്ങളിൽ, ആ സമയത്ത് നമ്മൾ കൃത്യമായിട്ട് കുമ്മായ ഇട്ട് കൊടുക്കുക. ശേഷം ഒരു 1 മുതൽ 1.5-2 കിലോ വരെയൊക്കെ തെങ്ങിൻ്റെ പ്രായത്തിനനുസരിച്ച്, ചെറിയ തെങ്ങുകളൊക്കെ ആണെങ്കിൽ കുറച്ച് മതി. അത്യാവശ്യം കായ്ക്കുന്ന ഒരു 8-10 വർഷത്തിലൊക്കെ പ്രായാധികമുള്ള തെങ്ങുകളാണ് നമ്മളോടുള്ള അധിക തെങ്ങുകൾ. അപ്പോൾ അതിനൊക്കെ നമുക്ക് 1 കിലോ മുതൽ കുമ്മായ ഇട്ട് കൊടുക്കുക. അപ്പോൾ കൃത്യമായിട്ട് കുമ്മായ ഇട്ട് കൊടുക്കുക. ഒരു 10 ദിവസം വെയിറ്റ് ചെയ്യുക. എപ്പോഴും ഈ പറഞ്ഞ പോലെ ഒരു 1.5 മീറ്റർ അകലത്തിലെങ്കിലും, മിനിമം ഒരു 1.5 മീറ്റർ അകലത്തിലെങ്കിലും ഉള്ള സ്ഥലത്ത് വേണം വളമിടാൻ. എന്നിട്ട് നമ്മളൊരു 25 കിലോയോളം ജൈവവളം, അത് ഉണങ്ങിയ ചാണകപ്പൊടി അല്ലെങ്കിൽ ആട്ടിൻകാഷ്ടം, അല്ലെങ്കിൽ ഇതുപോലെ ഉണങ്ങിപ്പൊടിഞ്ഞ ആട്ടിൻകാഷ്ടം കോഴിക്കാഷ്ടമൊക്കെ ഇടാം. അത് കൊടുക്കുന്നതോടുകൂടി ഈ ജൈവവളത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് സൂക്ഷ്മ അണുക്കളെയും അതുപോലെ സൂക്ഷ്മ മൂലകങ്ങളും നമ്മുടെ മണ്ണിലോട്ട് എത്തിക്കാൻ സഹായിക്കും. അതിൻ്റെ കൂടെ വേണമെങ്കിൽ തന്നെ നമ്മൾക്ക് ഒരു 100 ഗ്രാം വരുന്ന രീതിയിൽ ബോറോണും, അതുപോലെ തന്നെ മഗ്നീഷ്യം സൾഫേറ്റ് ഒരു 500 ഗ്രാമാണ് നമ്മളൊരു തെങ്ങിന് പറയുന്നത്. അത് ഈ മഞ്ഞളിപ്പൊക്കെ, പട്ടയിലൊക്കെ മഞ്ഞളിപ്പൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ, നല്ല പച്ചപ്പൊക്കെ ഉള്ള തെങ്ങാണെങ്കിൽ അത്ര അത്യാവശ്യമില്ല. ഇതൊക്കെ വരുന്ന സ്ഥലങ്ങളിലാണ് മഗ്നീഷ്യം സൾഫേറ്റ് ആവശ്യം വരുള്ളൂ. ബോറോണ് ഭയങ്കരമായിട്ട് അത്യാവശ്യമുള്ളതാണ്. നമ്മളെ സ്ഥിരമായിട്ട് കർഷകർ വന്ന് പറയാറുള്ളതാണ് മൊച്ചിങ്ങ കുഴിച്ചിൽ പല കാരണങ്ങൾ കൊണ്ടും ഉണ്ടാകാറുണ്ട്. അതിൻ്റെ മേജറായിട്ടുള്ളൊരു കാരണം ഈ ബോറോണിൻ്റെ അഭാവം. ബോറോണാണ് ഈ നമ്മൾ പരാഗണം നടക്കുന്ന സമയത്ത് പൊള്ളൻ ട്യൂബിൻ്റെ ഫോർമേഷന് സഹായിക്കുന്നത്. അത് പറഞ്ഞാൽ നമ്മുടെ ഈ പെൺപൂവ് ആൺപൂവ് പരാഗണം നടക്കുന്ന സമയത്ത് ഈ പൊള്ളൻ ട്യൂബ് ഉണ്ടാക്കുക. അപ്പോൾ ഈ ട്യൂബിൻ്റെ ഡെവലപ്മെൻറ്റിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ഈ ബോറോൺ എന്നുള്ള മൂലം. അപ്പോൾ അതിൻ്റെ കുറവ് വരുമ്പോൾ കൃത്യമായിട്ട് പരാഗണം നടക്കില്ല. ഈ പരാഗണം നടന്നിട്ടില്ലെങ്കിൽ ആ മൊച്ചിങ്ങ പിന്നീട് അത് തേങ്ങയായി മാറാൻ ബുദ്ധിമുട്ട് വരും. അപ്പോൾ അത് കൊഴിഞ്ഞു പോകും. പിന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തെങ്ങിന് വളം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു തേങ്ങ ഉണ്ടാവാൻ ഏകദേശം 33 മാസം 40 മാസത്തോളം സമയമെടുക്കും. അപ്പോൾ നമ്മൾ ഇപ്പം വളം കൊടുത്താൽ അതിൻ്റെ റിസൾട്ട് ഈ വർഷം തന്നെ കിട്ടണമെന്ന് ഒരു നിർബന്ധമില്ല. ഒരു 1-2 വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് ആ റിസൾട്ട്. അപ്പോൾ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വളം ഇട്ട് കൊടുത്താൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് ശരിക്കും കിട്ടും. അപ്പോൾ അത് കൃത്യമായിട്ട് ചെയ്യുക. ഈ പറഞ്ഞ പോലെ ഇടവപ്പാതിയുടെ സമയത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ ജൈവവളം ആദ്യം കുമ്മായ ഇടുക, പിന്നീട് ജൈവവളം ഇടുക, പിന്നെ അതിൻ്റെ കൂടെ സൂക്ഷ്മമൂല വളങ്ങൾ ഇടുക, പിന്നെ കുറച്ച് മഗ്നീഷ്യം സൾഫേറ്റ് നമ്മൾ ഒരു 500 ഗ്രാം വെച്ചിട്ട് ഒരു തെങ്ങിനിട്ട് കൊടുക്കുക. ഇത്രയും ചെയ്യുന്നതായിരിക്കും നമ്മളെ ഇവിടുത്തെ കാലാവസ്ഥയിൽ ഏറ്റവും അനുയോജ്യം. ഇനി നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരം ഓവറായിട്ട് മഴയൊന്നുമില്ലാത്ത സ്ഥലമാണെങ്കിൽ നമ്മളെ രാസവളം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നൈട്രജനും ഫോസ്ഫറസും അതേപോലെ പൊട്ടാഷ്യുമാണ്. NPK എന്ന് പറയുന്നത് നമ്മളെ 19, 18 ഇതുപോലത്തെ മിക്സേഴ്സ് കാണുന്ന രീതിയിലുള്ളതാണ് NPK വളങ്ങൾ. അപ്പോൾ അത് നമുക്ക് ഒരു 10 തെങ്ങിലൊക്കെ കുറവാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലത് 10-5-20 എന്ന് പറയുന്ന മിക്സർ കിട്ടും. അതാണ് തെങ്ങിന് വേണ്ട രീതിയിൽ ഉണ്ടായിട്ടുള്ള മിക്സർ. പക്ഷേ മിക്സർ വാങ്ങുന്ന പലപ്പോഴും ചിലവ് കൂടുന്ന ഒരു കാര്യമാണ്. മിക്സേഴ്സ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്കത്, പക്ഷേ ഒരു 5-10 തെങ്ങൊന്നും ആകുമ്പോൾ വലിയ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ ഒരു 10 കൂടുതൽ തെങ്ങുള്ള ആളുകളാണെങ്കിൽ ഏറ്റവും നല്ലത് യൂറിയ, രാജ്ഫോസ്, പൊട്ടാഷ് ഇത് വാങ്ങാൻ കിട്ടും. ഇപ്പോൾ ഈ യുദ്ധത്തിൻ്റെയൊക്കെ അവസ്ഥയിൽ പൊട്ടാഷിനൊക്കെ ഭയങ്കരമായിട്ട് വില കൂടിയിട്ടുണ്ട്. യൂറിയൻ്റെ ഷോർട്ടേജ്, അതുപോലെ ഫോസ്ഫറസ് വളങ്ങളൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്. നമ്മളെ ഈ തുലാമയൊക്കെ ആകുമ്പോഴേക്ക് പ്രശ്നങ്ങളൊക്കെ റെഡിയായി വരും എന്ന് പ്രതീക്ഷിക്കും. അപ്പോൾ ഇപ്പോൾ കൃത്യമായിട്ട് ഇത് ഇടുക. ഈ തുലാമയൻ്റെ സമയത്ത് 10-5-20 ഇടുന്നതെങ്കിൽ ഒരു 2 മുതൽ 4 കിലോ വരെ നമുക്ക് ഇട്ട് കൊടുക്കുക തെങ്ങിൻ്റെ പ്രായം വെച്ചിട്ട്. അപ്പോൾ ഒരു അത്യാവശ്യം നല്ല പ്രായമുള്ള തെങ്ങിന് ഒരു 3-4 കിലോഗ്രാം നമുക്ക് സുഖമായിട്ട് അത് ഇടുമ്പോൾ ഈ പറഞ്ഞ പോലെ 1.5 മീറ്റർ അകലത്തിൽ ആ സമയത്ത് പറ്റുകയാണെങ്കിൽ 1 കിലോ കുമ്മായ ആദ്യം ഇട്ട് കൊടുത്ത് ഒരു 10 ദിവസം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ഇടുന്നതെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതായിരിക്കും ഈ മണ്ണിനത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ തുലാമേൻ്റെ സമയത്ത് നമ്മൾ ആദ്യം ജൈവവളവും ഈ മൈക്രോന്യൂട്രിയൻസ് ഒക്കെ ഇട്ടതിന് ശേഷം തടം മൂടാതിരിക്കുക. തടം മൂടി തുറക്കുക കാരണം നമുക്ക് ഭയങ്കര ചിലവുള്ള കാര്യമാണ്. നമ്മളവിടെ തെങ്ങിന് ഏറ്റവും പൈസ ചിലവാകുന്നതിൽ ഒന്ന് പറഞ്ഞാൽ ഈ തടം മൂടാനും തുറക്കാനുള്ള ചിലവാണ്. അപ്പം അത് കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ തടം മൂടാതെ നമ്മളെ ചപ്പും അതുപോലെ നമുക്ക് കിട്ടുന്ന ഒരുപാട് പച്ചില വളങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം കൃത്യമായിട്ട് ഈ വളത്തിൻ്റെ മേലെ മൂടി വെച്ചിട്ട് പോവുക. അല്ലെങ്കിൽ നമ്മുടെ വേസ്റ്റായിട്ട് പല വീടുകളിലും ചകിരി ഉണ്ടാവും. ആ ചകിരി കറക്റ്റായിട്ട് കമഴ്ത്തി വെച്ചാൽ നമുക്ക് ഈ വെള്ളത്തിനെയും സംരക്ഷിക്കാം. അതേപോലെ ഈ പറയുന്ന വളങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ സംരക്ഷിക്കാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ ചെയ്യാം. എന്നിട്ട് ഈ തുലാമയുടെ സമയമാകുമ്പോൾ നമ്മൾ ഈ ഇട്ട ചപ്പൊക്കെ ഒന്ന് സൈഡിലോട്ട് കൂട്ടിയ ശേഷം ഈ പറഞ്ഞ നമ്മളൊരു നല്ല രീതിയിൽ കുഴിയെടുത്ത സ്ഥലം ഉണ്ടാവും, ആ ഭാഗത്ത് കൃത്യമായിട്ട് കുമ്മായിട്ട് കൊടുക്കുക. 10 ദിവസം ഒന്ന് മണ്ണായിട്ട് മിക്സ് ചെയ്യുക. ഒരു നനവുള്ള സമയത്ത് വേണം ഇട്ട് കൊടുക്കാൻ. ഇനി കുമ്മായ ഇടുമ്പോഴും പലർക്കും സംശയം ഉണ്ടാവും, അത് കുമ്മായം വേണോ അല്ലെങ്കിൽ കക്ക വാങ്ങിയിടണോ അല്ലെങ്കിൽ പച്ചക്കക്ക. അപ്പോൾ യൂട്യൂബിലൊക്കെ ഭയങ്കര പ്രചാരം വരുന്നതാണ്.
ഒരിക്കലും പച്ചക്കക്കയൊന്നും ഇട്ടാൽ നമുക്ക് വേണ്ട സമയത്ത് റിസൾട്ട് കിട്ടില്ല. അപ്പോൾ ഏറ്റവും നല്ലത് കുമ്മായമാണ്. പക്ഷെ കുമ്മായത്തിലൊരു വിശ്വസനീയത പ്രശ്നം വരും. ആ രീതിയിലാണെങ്കിൽ കക്ക വാങ്ങിയിട്ട് നമ്മൾ തന്നെ നീറ്റിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. നീറ്റിയാൽ നമുക്ക് വിശ്വസിക്കാം. കുമ്മായം കറക്റ്റ് ക്വാളിറ്റി ഉള്ള കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ കുമ്മായം വാങ്ങിയിടാം. അല്ലെങ്കിൽ ഡോളമൈറ്റ് ഇടാം. ഡോളമൈറ്റ് ആകുമ്പോൾ മഗ്നീഷ്യത്തിൻ്റെ ഒരു അഭാവം കൂടി നമുക്ക് പരിഹരിക്കാൻ പറ്റും. മഗ്നീഷ്യം കൂടി അതിൽ വരുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ രാസവളം ഇടുന്ന സമയത്ത് പിന്നെ വേറൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുക, യൂറിയൻ്റെ ഇതിൻ്റെയൊക്കെ അളവ് കുറക്കാൻ വേണ്ടിയിട്ട് ഒരു 100 ഗ്രാം തടപ്പയർ ഉണ്ടാവും. ആ പയർ ചുറ്റും ഒരു 100 ഗ്രാം എടുത്തൊരു തെങ്ങിന് ചുറ്റും വിതറി കൊടുക്കുക. ഏകദേശം അത് പൂവിടുന്ന ആ സമയമാകുമ്പോഴേക്ക് നമ്മൾ കിളച്ച് ഇതിൽ തന്നെ മിക്സ് ചെയ്തിട്ട് കൊടുത്താൽ നമ്മൾ യൂറിയ നമ്മൾ പുറത്തുനിന്ന് കൊടുക്കുന്ന നമുക്ക് 100% ഒഴിവാക്കാൻ പറ്റും. കാരണം അത്രയും നല്ല രീതിയിൽ ഈ ചെടിക്ക് അത് കിട്ടാൻ വേണ്ടിയിട്ട് ഈ പയർ വിത്ത് സഹായിക്കും. അപ്പോൾ അത് നല്ലൊരു കാര്യമാണ്. പിന്നെ രാസവളം ഇടുന്ന ആളുകൾ ഈ പറഞ്ഞ പോലെ യൂറിയ ഇടുകയാണെങ്കിൽ ഏകദേശം ഒരു 700 ഗ്രാം to 800 ഗ്രാം വരെ യൂറിയ, അതുപോലെ തന്നെ ഒരു കിലോയുടെ അടുത്ത് രാജ്ഫോസ് ആണ് ഫോസ്ഫറസ് വരുന്നത്. യൂറിയയാണ് നൈട്രജൻ കണ്ടന്റ് തരുന്നത്. നമ്മളിപ്പോൾ ഈ പയർ വിത്തൊക്കെ ഇടുകയാണെങ്കിൽ നമുക്ക് ആ യൂറിയൻ്റെ അളവ് ഒരുപാട് കുറക്കാം, ഒഴിവാക്കാനേ പറ്റും. ജൈവവളം അതേപോലെ പയർ വിത്തൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ യൂറിയ വേണമെങ്കിൽ ഒഴിവാക്കുകയും ചെയ്യാം ആ ഒരു പോർഷൻ. പിന്നീട് നമ്മൾ പൊട്ടാഷാണ് ഏറ്റവും ആവശ്യമുള്ള സാധനം. പൊട്ടാഷ് ഈ രോഗപ്രതിരോധ ശേഷി, അതുപോലെ നമ്മുടെ വരൾച്ച, കൊടും വേനലൊക്കെയാണ് ഇപ്പോൾ എല്ലാ വർഷങ്ങളിലും ഉണ്ടാകുന്നത്. അപ്പോൾ ആ വരൾച്ചയുടെ സമയത്ത് പ്രതിരോധ ശേഷി, അതുപോലെ ഈ വണ്ട് പോലെയുള്ള കീട രോഗങ്ങളിൽ നിന്നൊക്കെ സംരക്ഷിക്കുക. പിന്നെ അതേപോലെ നമ്മളെ കറക്റ്റായിട്ട് തേങ്ങയുടെ വലുപ്പവും അതെത്ര വലുതാവണം അതൊക്കെ തീരുമാനിക്കുന്നത് പൊട്ടാഷിൻ്റെ കണ്ടൻ്റാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഈ ജൈവവളത്തിലൊക്കെ ഉള്ള പ്രശ്നമായാലും പൊട്ടാഷിൻ്റെ കണ്ടൻറ്റ് വളരെയധികം പരിമിതമാണ്. അപ്പോൾ നമ്മൾ പൊട്ടാഷായിട്ട് തന്നെ ഇട്ട് കൊടുക്കണം. നമ്മളവിടെ പൊതുവെ കൊടുക്കാറുള്ളത് മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ് KCl എന്നുള്ള ഫോമിലാണ്. നമ്മൾ ഇന്ത്യൻ പൊട്ടാഷ് ലിമിറ്റഡിൻ്റെ ഒക്കെ IPL ഒക്കെ കിട്ടും. അപ്പോൾ അത് ഒരു 2 കിലോ വരെയെങ്കിലും ഒരു തെങ്ങിന് ഇട്ട് കൊടുക്കുക. പ്രായത്തിനനുസരിച്ചാണ്. ചെറിയ തെങ്ങുകൾക്ക് അത്ര വേണ്ടി വരില്ല. അപ്പോൾ ഈ ഒരു പ്രായമുള്ള തെങ്ങുകൾക്ക് ഏകദേശം നമുക്കൊരു 2 കിലോ വരെ പൊട്ടാഷ്യം ആ സമയത്ത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വേണമെങ്കിൽ തടം മൂടാം, അല്ലെങ്കിൽ ചപ്പിട്ട് തന്നെ മൂടി വെക്കാം. എന്നിട്ട് അടുത്ത വർഷം ഇങ്ങനെ തുറന്ന് ഈ രീതിയിൽ പരിപാലിച്ച് കൊണ്ടുപോകാം. അതാണ് ഏറ്റവും ഒരു തെങ്ങിന് അത്യാവശ്യമുള്ള കാര്യം. പിന്നെ വേനൽക്കാലം ആകുമ്പോൾ നനയാണ്. ഈ തളം തന്നെ നിലനിർത്തിയുള്ള മെച്ചം നമുക്ക് ഒന്നുകിൽ നല്ല ചകിരി വെച്ച് വേനൽക്കാലത്ത് മൂടിയിട്ട് നല്ല നന കൊടുത്താൽ കുറേ കാലത്തേക്ക് അതിൽ നിൽക്കും. കാരണം ഒരു സ്പോഞ്ച് പോലെയാണ് ചകിരി എപ്പോഴും ആക്ട് ചെയ്യുക. അതുകൊണ്ട് ആ ചകിരി വെച്ചിട്ട് തടം മൂടി വെച്ചാൽ വെള്ളം ഒരുപാട് അവിടെ നിൽക്കും. വേനൽക്കാലത്ത് വെള്ളം കിട്ടാത്ത പ്രശ്നമല്ല. പിന്നെ എത്ര നനയുണ്ടോ അതിനനുസരിച്ച് തേങ്ങയുടെ വിളവ് കൂടും. അപ്പം ഉള്ള വിളവിൻ്റെ ഇരട്ടിയാക്കണമെങ്കിൽ കൃത്യമായിട്ട് വേനൽക്കാലത്ത് നന കൊടുത്താൽ മതി. കാരണം ഒരു തെങ്ങിന് ഒരു ദിവസം 50 ലിറ്ററോളം വെള്ളം വേണമെന്നാണ് പറയുക. അപ്പം വേനൽക്കാലത്തൊക്കെ നനക്കാൻ പറ്റുന്നവരത്ര നല്ല രീതിയിൽ നനച്ചാൽ അത്രയും വിളവ് കിട്ടും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്താൽ മതി. എന്നാൽ തന്നെ നമ്മളുടെ തെങ്ങിൽ നിന്ന് നല്ലൊരു വരുമാനം ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് പണി എല്ലാ ചിലവും കൂട്ടിയാലും ഒരു തെങ്ങിന് മാക്സിമം ഒരു 500 to 1000 ഇടയിലേ ചിലവ് വരും. നല്ല രീതിയിൽ ഉൽപ്പാദനക്ഷമതയൊക്കെ ഉണ്ടാക്കി വില വേരിയേഷനാണ് എങ്കിലും ഒരു 2500 മുതൽ 4000 രൂപ വരെ നല്ല രീതിയിൽ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും ഒരു തെങ്ങിന്. നമ്മളെ നോട്ടത്തിനും പിന്നെ പെട്ടെന്നൊരു ദിവസം നോക്കിയാൽ മാറ്റം ഉണ്ടാവില്ല. ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് നോക്കിക്കൊണ്ടിരുന്നാൽ നമുക്ക് ആ രീതിയിൽ വരുമാനം ഉണ്ടാക്കാം. തെങ്ങിനൊക്കെ ഒരു കുഴപ്പമില്ലാത്ത വില ഉണ്ട് തേങ്ങക്കൊക്കെ. ഇനി വേണമെങ്കിൽ ഇളനീരിലോട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ അതിന് നല്ല വിലയുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാം.